നമസ്കാരം. മനുഷ്യനുണ്ടായ കാലം മുതലുള്ള ഒരു ചോദ്യമാണ് ദൈവമുണ്ടോ ഇല്ലയോ എന്നുള്ളത്. ചിലർ പറയുന്നു ദൈവം ഇല്ല എന്ന്. ചിലർ കണ്ടതും കേട്ടതും അനുഭവിച്ചതുമായ അനുഭവങ്ങൾ വെച്ച് അവർ പറയുന്നു ദൈവം ഉണ്ട് എന്ന്. എന്നാൽ ശാസ്ത്രീയമായ ഒരു തെളിവുകളും ഇന്നും ദൈവമുണ്ട് എന്ന് തെളിയിക്കുവാൻ നമുക്ക് ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. ദൈവമുണ്ട് എന്ന് വാദിക്കുന്നവരെക്കാൾ കൂടുതൽ എൻ്റെ മതമാണ്, എൻ്റെ ദൈവമാണ് ഒറിജിനൽ, എൻ്റെ ദൈവം മാത്രമാണ് യാഥാർത്ഥ്യം എന്ന് വാദിക്കുന്നവരാണ് കൂടുതൽ. ചരിത്രത്തിൽ എവിടെയും കുറെ കഥകളും വായ്മൊഴികളും അല്ലാതെ വ്യക്തമായ തെളിവ് ദൈവമുണ്ട് എന്ന് തെളിയിക്കുവാൻ ഇന്നും കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. ബൈബിളിൽ പറയുന്ന യേശു എന്ന യുഗപുരുഷൻ ജീവിച്ചിരുന്നതായിട്ടുള്ള തെളിവുകൾ ഉണ്ട്. എന്നാൽ മനുഷ്യൻ ചാർത്തിക്കൊടുത്ത ദൈവപുത്രൻ എന്ന പദവി എത്രത്തോളം വാസ്തവമാണ് എന്ന് ഇനിയും തെളിയിക്കേണ്ടിയിരിക്കുന്നു. കന്യാമറിയത്തിൻ്റെയും ജോസഫിൻ്റെയും മകനായി യേശു ജനിച്ചു എന്നത് നാം ബൈബിളിലൂടെ വായിച്ചു കേട്ടിട്ടുള്ളതാണ്. അത്ഭുത പ്രവൃത്തികൾ നടത്തിയും മരിച്ചവനെ ഉയർത്തെഴുന്നേൽപ്പിച്ചും കടലിൻ്റെ മീതെ നടന്നുമൊക്കെ അത്ഭുത പ്രവൃത്തികൾ നടത്തിയ ആ ഒരു യുഗപുരുഷനെ കുറിച്ച് നാം ബൈബിളിലൂടെ അറിഞ്ഞിട്ടുണ്ട്. എന്നാൽ അവിടെയും ഒരു ചോദ്യം ഉദിക്കുന്നുണ്ട്. യേശുവിൻ്റെ ജനനവും ബാല്യവും, ഏതാണ്ട് 12 വയസ്സ് വരെയുള്ള ബാല്യവും മരണവും ബൈബിളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ 12 വയസ്സിന് ശേഷം ഏതാണ്ട് 18 വർഷം, യേശുവിന് 30 വയസ്സാകുന്നതും വരെ യേശു എവിടെയായിരുന്നു എന്നുള്ള ഒരു ചോദ്യത്തിന് ഉത്തരം ബൈബിൾ നൽകുന്നില്ല. യേശു 18 വർഷം എവിടെയെന്നതിന് യാതൊരു തരത്തിലുള്ള വിവരണവും ബൈബിൾ നൽകുന്നില്ല. ബൈബിളിൽ ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടതും ഇത് തന്നെയാവണം. യേശുവിൻ്റെ അച്ഛൻ ജോസഫിനൊപ്പം അദ്ദേഹത്തിൻ്റെ മരപ്പണിയിൽ സഹായിച്ച് 18 വർഷം കഴിഞ്ഞുവെന്നാണ് ചിലർ പറയുന്നത്. എന്നാൽ ഇക്കാലത്ത് മറ്റു മതങ്ങളിലെ ദൈവങ്ങൾ അവരുടെ കൗമാരകാലം കൂടുതൽ അത്ഭുത പ്രവൃത്തികൾ നടത്തുവാനുള്ള മത്സരത്തിലായിരുന്നു. കൃഷ്ണനും രാമനും ശിവനും മുരുകനും സത്യസായി ബാബയും അമൃതാനന്ദമയും ഒക്കെ അവരുടെ കൗമാരകാലം വളരെ ശക്തമായിട്ടാണ് അവതരിപ്പിച്ചിട്ടുള്ളത്. എന്നാൽ യേശുവിൻ്റെ കൗമാരകാലത്തെക്കുറിച്ച് ബൈബിൾ ഒരക്ഷരം മിണ്ടുന്നില്ല. യഹൂദ മതത്തിൽ ജനിച്ച യേശു യഹൂദ മതത്തെ പിന്തുടരാതെ 30-ാം വയസ്സിൽ തിരിച്ചു വന്ന് അത്ഭുത പ്രവൃത്തികൾ നടത്തുന്നതായിട്ടാണ് പിന്നെ നാം ബൈബിളിൽ കാണുന്നത്. എന്നാൽ യേശു 12 വയസ്സിന് ശേഷം ബുദ്ധമതത്തിൽ ആകൃഷ്ടനായി ബുദ്ധനെ തേടി ഇന്ത്യയിലെത്തിയിരുന്നു എന്ന് ചിലർ പറയുന്നു. 30-ാമത്തെ വയസ്സിൽ വെളിയിൽ വന്ന് 3 വർഷം കൊണ്ട് അത്ഭുത പ്രവൃത്തികൾ നടത്തി വളരെ പ്രശസ്തനായി ക്രൂശിലേറ്റി മരിച്ചു എന്ന് വിശ്വാസികൾ വിശ്വസിക്കുന്നു. ക്രൂശിലേറ്റിയ വെള്ളിയാഴ്ച ദുഃഖവെള്ളിയായി ക്രിസ്തുമതസ്ഥർ ആചരിക്കുന്നു. 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റെന്ന് വിശ്വസിക്കുകയും ചെയ്യുന്നു. എന്നാൽ ചിലർ പറയുന്നത് യേശു ക്രൂശിൽ മരണപ്പെട്ടിട്ടില്ല എന്നാണ്. ദി അൺനോൺ ലൈഫ് ഓഫ് ജീസസ് എന്ന പുസ്തകത്തിലാണ് ഇത് ആദ്യം പറയുന്നത്. വലിയ രീതിയിൽ ആളുകൾ വായിച്ച പുസ്തകമായിരുന്നു ഇത്. ഒരുപാട് വിവാദങ്ങൾ ഉണ്ടാക്കിയ പുസ്തകം എഴുതിയ റഷ്യൻ സഞ്ചാരി കള്ളൻ എന്നുവരെ പ്രചരിപ്പിച്ചു. നിക്കോള എന്ന ഈ എഴുത്തുകാരന്റെ വാക്കുകൾ സത്യമാണോ എന്ന് അന്വേഷിച്ച് പലരും തിരക്കി ഇറങ്ങിയവർക്ക് അവസാനം മനസ്സിലായത് ഇദ്ദേഹം എഴുതിയത് തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് എന്നാണ്. പക്ഷേ ക്രിസ്തു വിശ്വാസികളാരും അത് വിശ്വസിച്ചില്ല. ഇവൻ കള്ളനാണെന്ന് അദ്ദേഹത്തെ മുദ്ര കുത്തി. നിക്കോളാസ് പറയുന്നത് വിശ്വാസികൾ കരുതുന്നത് പോലെ യേശുക്രിസ്തു ക്രൂശിൽ മരണപ്പെട്ടിട്ടില്ല. അദ്ദേഹത്തിൻ്റെ ശരീരം ഏറ്റുവാങ്ങുമ്പോൾ, ശിഷ്യന്മാരും കൂട്ടുകാരും കൂടി ആ ശരീരം ഏറ്റുവാങ്ങുമ്പോൾ അതിൽ ജീവനുണ്ടായിരുന്നു എന്നാണ്. റോമൻ പടയാളികളുടെ കണ്ണ് വെട്ടിച്ച് ക്രിസ്തുവിനെയും കൊണ്ട് ശിഷ്യന്മാരും അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളും ഇന്ത്യയിലെ കാശ്മീരിൽ എത്തി എന്ന് പറയപ്പെടുന്നു. 1877 ബുദ്ധമത സന്യാസികളുടെ ക്ഷണം സ്വീകരിച്ച് കാശ്മീരിലെത്തിയതായിരുന്നു നിക്കോളാസ് ബീച്ച്. അവിടെ നിന്നുമാണ് ഈസ എന്നു പേരുള്ള ഒരു വിശുദ്ധൻ അവിടെ താമസിച്ചിരുന്നുവെന്ന് അറിവ് ലഭിക്കുന്നത്. നിക്കോള ബീച്ചിന്റെ അന്വേഷണത്തിൽ അദ്ദേഹത്തിന് ബോധ്യമായത് ഈസയും ജീസസും ഒന്നു തന്നെ ആണ് എന്നാണ്. രണ്ടുപേരുടെയും ആശയങ്ങൾ, പ്രവൃത്തികൾ എല്ലാം ഒരുപോലെയായിരുന്നു. ആ അന്വേഷണം ചെന്നെത്തിയത് ഇന്നും കാശ്മീരിലുള്ള ബെനെ ഇസ്രയേൽ എന്ന ഗോത്രവർഗത്തിലാണ്. ഇസ്രയേലിൽ നിന്ന് വന്ന ഒരു വിശുദ്ധനെ കുറിച്ച് പറയുന്നുണ്ട്.
യൂസ് അസഫ് എന്നറിയപ്പെട്ട അദ്ദേഹത്തെ ഈസ എന്നാണ് വിളിച്ചിരുന്നത്. കാശ്മീരിൽ വെച്ച് യേശു മറിയം എന്ന ഒരു സ്ത്രീയെ വിവാഹം കഴിച്ചുവെന്നും അവർക്ക് കുട്ടികളുണ്ടായിരുന്നുവെന്നും അദ്ദേഹം 110 വയസ്സിലാണ് കാശ്മീരിൽ വെച്ച് മരണപ്പെട്ടതെന്നും അവർ പറയുന്നു. അവിടെയും ഒരു ചോദ്യം ഉദിക്കുകയാണ്: എങ്ങനെ ജീസസ് ഇന്ത്യയിൽ എത്തപ്പെട്ടു? തൻ്റെ 12ാമത്തെ വയസ്സ് കഴിഞ്ഞ് ബുദ്ധമതം അദ്ദേഹം ഇന്ത്യയിൽ വെച്ചായിരിക്കണം പഠിച്ചത്. അതുകൊണ്ട് തന്നെയാണ് സുഹൃത്തുക്കളും ശിഷ്യന്മാരും അദ്ദേഹത്തെ കാശ്മീരിൽ എത്തിച്ചത് എന്നാണ് പറയപ്പെടുന്നത്. എന്നാൽ മറ്റൊരു വാദവും നിലനിൽക്കുന്നുണ്ട്. അന്ന് റോമൻ സാമ്രാജ്യത്തിന്റെ കീഴിലായിരുന്നില്ല ഭാരതം. റോമൻ പടയാളികളുടെ കണ്ണിൽ നിന്നും രക്ഷ നേടിയായിരിക്കണം ഒരുപക്ഷെ ജീസസിന്റെ അനുയായികളും ഇന്ത്യയിലെത്തിയതെന്നും പറയപ്പെടുന്നു. എന്നാൽ വേറെ ചിലർ പറയുന്നത് ഇസ്രയേൽ ഗോത്രങ്ങൾ പണ്ട് ഇന്ത്യയിൽ ഉണ്ടായിരുന്നു, അവരെ തേടിയായിരിക്കണം ജീസസ് ഇന്ത്യയിലെത്തിയത് എന്നും പറയപ്പെടുന്നു. 3 വാദങ്ങളാണ് ഇക്കാര്യത്തിൽ ഇപ്പോൾ നിലനിൽക്കുന്നത്. തുർക്കി, അഫ്ഗാനിസ്ഥാൻ, പാകിസ്ഥാൻ വഴി കാശ്മീരിലെത്തി എന്നാണ് ഈ പുസ്തകത്തിൽ പറയപ്പെടുന്നത്. ജീസസിനെ അടക്കിയത് എന്ന് കരുതുന്ന ഒരു കല്ലറ ഇപ്പോഴും കാശ്മീരിൽ നിലനിൽക്കുന്നുണ്ട്. റോസാബാൽ എന്നാണ് ആ കല്ലറയുടെ പേര്. റോസാബാൽ എന്നാൽ പ്രവാചകന്റെ കബറിടം എന്നാണ് അർത്ഥം. 7ാം നൂറ്റാണ്ടിലാണ് ഇസ്ലാം മതം ഉണ്ടാകുന്നത്. എന്നാൽ യൂസുഫ് എന്ന വിശുദ്ധൻ മരണപ്പെടുന്നത് ഇസ്ലാം മതം ഉണ്ടാകുന്നതിനും 600 വർഷങ്ങൾക്ക് മുമ്പാണ്. AD 112 റോസാബാൽ എന്ന കല്ലറ പണിതതെന്ന് പറയപ്പെടുന്നു. ശ്രീനഗറിലെ സോളമന്റെ സിംഹാസനം എന്ന ചർച്ച് 1ാം നൂറ്റാണ്ടിൽ നിർമ്മിച്ചതാണ്. അവിടെ ഒരു കല്ലിൽ എഴുതി വച്ചിരിക്കുന്നത് ഈസ യൂസഫ് അവന്റെ പ്രവാചക ദൗത്യം പ്രഖ്യാപിച്ചു, അവൻ യേശുവാണ്, ഇസ്രയേലിന്റെ പ്രവാചകൻ എന്ന് ആ പള്ളിയിൽ ഒരു കല്ലിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ഇതെല്ലാം സൂചിപ്പിക്കുന്നത് യേശു 1ാം നൂറ്റാണ്ടിൽ ഇന്ത്യയിൽ ജീവിച്ചിരുന്നു എന്ന് തന്നെയാണ്. കാശ്മീരിന്റെ ചരിത്രത്തിൽ പോലും യൂസഫ് എന്ന ഒരു വിശുദ്ധൻ കാശ്മീരിൽ ജീവിച്ചിരുന്നുവെന്ന് രേഖപ്പെടുത്തുന്നുണ്ട്. ജർമ്മൻ എഴുത്തുകാരനായ ഗോൾഗർ കേസ്റ്റൺ അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ വ്യക്തമായി പറയുന്നു, യേശു ഇന്ത്യയിൽ ജീവിച്ചിരുന്നു, അദ്ദേഹത്തിന്റെ കല്ലറ കാശ്മീരിലാണെന്നും ഇതെല്ലാം വ്യക്തമായ തെളിവുകൾ നിർത്തിക്കൊണ്ട് അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. ഇന്ന് നാം കാണുന്ന ബൈബിൾ യേശുവിന്റെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ രേഖപ്പെടുത്തിയിട്ടുള്ളെന്നും അതിൽ തിരുത്തലുകൾ ഉണ്ടെന്നും അദ്ദേഹം ഏതാണ്ട് 20ഓളം തെളിവുകൾ നിരത്തി ആ പുസ്തകത്തിൽ വിശദീകരിക്കുന്നുണ്ട്. തോമസിന്റെ സുവിശേഷത്തിൽ ഇന്ത്യയിലെ ചില പുരാണങ്ങളിലെ വാക്കുകളും ചില ദൈവങ്ങളും ചില പ്രദേശങ്ങളെക്കുറിച്ചും ഒക്കെ തോമസിന്റെ സുവിശേഷത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. തോമസിന്റെ സുവിശേഷം ബൈബിളിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. ഇന്ത്യയിലെ മതഗ്രന്ഥങ്ങളുടെയും സ്ഥലങ്ങളുടെയും ചില ദൈവങ്ങളുടെയും ഒക്കെ പേരുകൾ അതിൽ പരാമർശിക്കുന്നത് കൊണ്ടാവാം ഒരുപക്ഷെ അത് ഉൾപ്പെടുത്താതെ പോയത്. അത് മാത്രമല്ല, റോമൻ ചക്രവർത്തി അത് നശിപ്പിച്ചു കളയുവാൻ ഉത്തരവിടുകയും ചെയ്തു. അത് നശിക്കാതിരിക്കുവാൻ തോമസിന്റെ അനുയായികൾ ഒരു മൺപാത്രത്തിലാക്കി അത് കുഴിച്ചിടുകയും ചെയ്തു. വർഷങ്ങൾക്കിപ്പുറം ഈജിപ്തിൽ വെച്ച് അത് കണ്ടെത്തുകയും ചെയ്തു. യേശു ഒരു വിശുദ്ധനായിരുന്നു എന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല. എന്നാൽ യേശുവിനെ ദൈവികതയിലേക്ക് കൊണ്ടുവരുമ്പോഴാണ് ചില ചോദ്യങ്ങൾ ഇതേപോലെ ഉയരുന്നത്. ഇപ്പോഴും യാഥാർത്ഥ്യങ്ങളെ മറച്ചുവെച്ചുകൊണ്ട് കേട്ടതും കണ്ടതും പറഞ്ഞതും പാടിയതും ചില ആളുകളുടെ മനസ്സിൽ കുത്തിനിറച്ച് വിശ്വാസികളാക്കി യാഥാർത്ഥ്യത്തെ തോമസിന്റെ സുവിശേഷം പോലെ കുഴിച്ചു മൂടി വെച്ചിരിക്കുകയാണ്.